രാവിലത്തെ ചായക്കടിയാണ് ഞങ്ങളെപ്പോലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി കേട്ടോ. കാരണം എന്താ ചെയ്യാം, പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി, ഇടിയപ്പം, അങ്ങനെയുള്ള ഇഡ്ഡലി, അങ്ങനെയുള്ള ഒരു കുറച്ച് ഐറ്റംസ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതാ നമ്മളെ കുറേ ദിവസമായിട്ട് മേടിച്ച് വെച്ചേക്കണ തരി എന്ന് റവ, അത് തന്നെ സാധനം കേട്ടോ. അപ്പോൾ ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഈ ട്രെൻഡ് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ഒന്ന് ആക്കി നോക്കണം എന്നിട്ട്. ഇത് പഴയ ട്രെൻഡ് ആയിരിക്കും, പക്ഷേ എനിക്കിപ്പോൾ ഇത് പുതിയതാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ആ ഒരു ഇതിൽ പെട്ടെന്ന് അങ്ങ് ജാറിലേക്ക് തട്ടി കേട്ടോ. അതൊന്ന് അരിക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ എന്തായാലും അതിനകത്തൊന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇടണമല്ലോ, എന്തെങ്കിലും പുഷ്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, നല്ല അടിപൊളി തരിയാണ്. പിന്നെ വീണ്ടും ഞാൻ നമ്മളെ ജാറിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. 2 സ്പൂൺ ഗോതമ്പൊടി പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ 2 സ്പൂൺ ഗോതമ്പൊടി ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് കൂടുതലാണോ കുറവാണോന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടോ എന്ന്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണിത്, ഈസ്റ്റ്. ഇത് അപ്പം നോക്കുമ്പോഴത്തേക്ക് നമ്മളെ സ്പൂണ് തിരിഞ്ഞിരിക്കണം, അങ്ങനെ അത് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈസ്റ്റ് ഇടുന്നുണ്ട്. ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര താല്പര്യമില്ല രാവിലത്തെ നമ്മളെ കടികളിലൊന്നും അങ്ങനെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ഇതിനകത്ത് ഞാൻ എന്തായാലും അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറു ചൂടുവെള്ളം, കൈ വെച്ചാൽ പൊള്ളാത്ത രീതിയിലുള്ള അങ്ങനെ ഒരു ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പറഞ്ഞേക്കണത്. അപ്പോൾ അതും കൂടി ഞാൻ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാനാണ് പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കണതിൻ്റെ ഇടയ്ക്ക് അവിടെ കണി വെച്ച വെള്ളരിയും നമ്മൾ മാങ്ങയൊക്കെ കൊലമാങ്ങയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇത് എന്നോ എടുത്ത് വെച്ചേക്കണ ഒരു വീഡിയോ ആണെന്ന്. കുറച്ചായിട്ട് എടുത്ത് വെച്ചിട്ട് വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പോൾ മടിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോയി. അപ്പോൾ അതാണ് വെള്ളരിയും നമ്മളെ കൊലമാങ്ങയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്തായാലും ഞാൻ അരച്ചെടുത്തത് ഇതുപോലെ ഇങ്ങോട്ട് അരച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് കുറച്ച് പാളിച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കപ്പം തന്നെ തോന്നി ഇത് അരഞ്ഞ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ അത് നമ്മൾ ഒഴിച്ചു. വലിയ ജാറിലായതുകൊണ്ട് പറഞ്ഞോ എന്താണെന്നറിയില്ല, ഒഴിച്ചതാ ഇതുപോലെയാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമെന്നാണ് പറഞ്ഞേക്കണത്. ഇനി അതിനൊരു കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, റെസ്റ്റ് ചെയ്യട്ടെ, 15 അരമണിക്കൂറോ എന്തായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ ഇരുന്ന്. ആ സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, എന്താപ്പോൾ ഇത് കറി, ചിക്കൻ കറിയാണെന്ന് എനിക്ക് മറന്നു പോയിട്ടാ. എന്താ കറി വെച്ചതെന്ന് സംഭവം എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്ന് അടിച്ച് നോക്കിയപ്പോഴാണ് ചിക്കൻ കറിയാണെന്ന്. അപ്പോൾ ചിക്കൻ കുക്കറിൽ അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 മിനിറ്റ് അല്ല ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നോക്കി. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട പൊന്തി മറിഞ്ഞെന്ന്. വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാ അരച്ച് വെച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ വെച്ച് എന്തായാലും ഒന്ന് ചുട്ട് നോക്കാം എന്ന് കരുതി ചുട്ട് നോക്കിയപ്പോൾ സൈഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശോകാവസ്ഥ മനസ്സിലായി. അയ്യോ, ആ സൈഡ് നോക്കി അതിങ്ങനെ പാത്രത്തോട് പറ്റിയിരിക്കണതാ. ഏകദേശം ഞാൻ 2 സ്പൂൺ ഗോതമ്പൊടി ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഗോതമ്പ് ദോശനെക്കാട്ട് കഷ്ടമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഈസ്റ്റൊക്കെ ചേർത്തിട്ടുമുണ്ട്, എന്നിട്ടും പൊന്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ഗതികേട്ടാണെന്ന്. അപ്പോൾ ഇങ്ങനെ കിട്ടിയേക്കണത്. ചിക്കൻ കറി ഉള്ളതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഇതൊക്കെ ആക്കിയത്. അതും കൂടി ഇല്ലെങ്കിൽ രാവിലത്തെ കാര്യം ദൈവമേ എന്താവുമെന്ന് അറിയില്ല. രാവിലത്തെ എന്തെങ്കിലും ഇതുപോലെ പരിപാടിയെല്ലാം പോക്കായാണ്ടല്ലോ, തീർന്ന ആ ഒരു ദിവസം പോക്കാന്ന്. പിന്നെ ഞാൻ എൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അരച്ച് നല്ല ഫൈനാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം പൊന്തി മറിയുമെന്ന്. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ വെച്ച് പിന്നെ ഒന്ന് നോക്കിയപ്പോഴും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം മുതലേ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലാണ്ട് എന്തായാലും ഇങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ രണ്ടാമതും ഞാൻ ചുട്ട് നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ അത് തന്നെ അവസ്ഥ കേട്ടോ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇത് എന്തായാലും എല്ലാവരും ഇപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ടാവും. പിന്നെ ഡെയിലി ഈസ്റ്റൊക്കെ കൂടിയിട്ടുള്ള പലഹാരങ്ങളോട് എനിക്ക് താല്പര്യമില്ല പൊതുവേ. ഞാൻ പിന്നെ അങ്ങനെ ചേർത്തതാണ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയേക്കണത്. എനിക്ക് ശരിയായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ശരിയായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഈസ്റ്റ് കൂട്ടാണ്ട് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഹോൾസ് വീണും മറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഹോൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്, പക്ഷേ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും അങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ രാവിലത്തെ പണി ഏകദേശം ഒന്ന് പാളിയിരിക്കുകയാണ്. പിന്നെ എന്തായാലും ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നന്ദൂനെയും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല. ഇനി എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നേക്കട്ടെ. അവയപ്പൊക്കെ ചായയും കൊടുത്തതും കൊണ്ട് അവയപ്പാട് എന്തെങ്കിലും വെറുതെ പറക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ ഒന്നും മൈൻഡാക്കിയിട്ടില്ല.
എന്തായാലും മോർണിംഗ് ഇങ്ങനെയായി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ.